ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ സ്കൂളിതാ, കോളേജിതാ, മലപ്പുറത്തൊന്നുമില്ലല്ലോ, വയനാടൊന്നുമില്ലല്ലോ, കാസർഗോഡൊന്നുമില്ലല്ലോ, 3 ജില്ല, മലപ്പുറം, മലബാർ പ്രദേശം ഒന്നുമില്ല, ഒരു കുടിപ്പണൽ കുഴപ്പമില്ല. ഈ നോക്കാൻ പാർക്കലാമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നല്ലാതെ അതിനുശേഷം ആലുവ മണപ്പുറത്ത് പോലും കണ്ട ഭാവിയില്ലെന്ന് മാത്രമല്ല, അധികാരത്തിൽ ഇരുന്നുകൊണ്ട് പിന്നെ അവരുടെ വകുപ്പ് അവരുടെ സമുദായത്തിൻ്റെ വകുപ്പായി കണ്ടുകൊണ്ട് എല്ലാം ഒപ്പിട്ടെടുത്ത്. ഈ മതേതരത്വം ജനാധിപത്യം പറയുന്ന ലീഗ് അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളൊന്നും അറിയാമല്ലോ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയല്ലേ? ആ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടുത്തെ ജനാധിപത്യത്തെ തകർത്തവരല്ലേ ഇവർ? മലപ്പുറത്ത് പ്രഖ്യാപിച്ചില്ല അവരുടെ മന്ത്രിമാരും വകുപ്പും. ഈ കോൺഗ്രസ്സുകാർക്ക് വല്ലതും ചെയ്യാനത്തോ? ഏറാമൂളുക മാത്രമല്ലേ ചെയ്തത്? അപ്പം ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തവരല്ലേ, ജനാധിപത്യം കശാപ്പ് ചെയ്തവരാണ് ലീഗുകാർ. അവിടെ ദാർഢ്യവും അഹങ്കാരവും മണിപ്പവറും മസിപ്പവറും മാൻ പവറും ഉണ്ട് എന്നുള്ള തോന്നലോടുകൂടി ആരോട് എന്തും ചെയ്യാനുള്ള അഹങ്കാരം. അതല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത് ഉമ്മൻചാണ്ടി ഇരിക്കെ മുഖ്യമന്ത്രിയോട് ആലോചിക്കാതെ അവരുടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കുകയും വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്ത 5ാം മന്ത്രി കൂടെ എടുത്ത കേരളത്തിൽ, ഇന്ത്യയിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ടോ ജനാധിപത്യത്തിൽ? ആ ചെയ്ത ആളുകളാണ് ഇവിടെ മതേതരത്വം പറയും, അവരെല്ലാം നീതി ന്യായം വിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അവരുടെ കാര്യം വരുമ്പോൾ അവരിൽ ആരാണ്? ലീഗ് തന്നെ സമ്പന്നർക്കല്ലേ മാർഗമുള്ളൂ. നിങ്ങളെടുത്ത് നോക്ക്, ആ ലീഗിന് മലപ്പുറത്ത് എത്ര കോളേജുണ്ട്? 17 കോളേജുള്ള ആർട്സ് ആൻഡ് സയൻസ് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിൽ മൊത്തം അത്രയേ ഉള്ളൂ. ഈ 17 എടുക്കുമ്പോഴും നിങ്ങളൊന്ന് ആലോചിക്കണം, അത് മുസ്ലിം സമുദായത്തിലെ സമ്പന്നരുടെ ട്രസ്റ്റുകൾക്കാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ പാവങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ സമുദായത്തിൻ്റെ ആളുകൾക്കല്ല. അപ്പം ഈ ലീഗ് എന്ന് പറഞ്ഞാൽ അത് മലപ്പുറം പാർട്ടിയാണ്. ആ മലപ്പുറം പാർട്ടി മലപ്പുറത്തേക്ക് എല്ലാം ഊറ്റിയെടുക്കുക, അവരുടെ സമ്പന്നരെ സഹായിക്കുകയും ചെയ്യുക ഒരു ശൈലി. ഇപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അവരെല്ലാം ജയിച്ചു മലപ്പുറത്ത്. അപ്പോൾ മനസ്സിലായില്ലേ, ഈ മലപ്പുറം പാർട്ടിയാണ് ലീഗ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ആ സമുദായത്തിൽ എത്രയോ നല്ലവരുണ്ട്, എത്രയോ മാന്യന്മാരുണ്ട്. ഇവരോടൊന്നും ന്യായവും മാന്യതയും പറഞ്ഞാൽ യാതൊരു പരിഗണനയും പരിരക്ഷ കിട്ടുക. എന്തുമാകട്ടെ, ഭരണത്തിന് പിന്നെ ഇറങ്ങിയ ശേഷം എന്നെ സമീപിച്ചു. ഞങ്ങൾക്ക് തെറ്റുപറ്റിയേ പോയി. അവർക്ക് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം പോലും ഞങ്ങളോട് കാശ് ചോദിച്ചവരാണ് ഇവർ. അതിൽ വരെ ഞാൻ ഇവരോട് പരാതി പറഞ്ഞിട്ടുള്ളവരാണ്. ഞാൻ ഭരണം പോയ ശേഷം എന്നോട് ഈ നേതാക്കന്മാരെല്ലാം, അതിലെ 1ാം കട നേതാക്കന്മാരെല്ലാം എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, തെറ്റുപറ്റിപ്പോയി, ഇനി നമുക്ക് തെറ്റ് തിരുത്താം, വെള്ളാപ്പള്ളി എന്ത് പറയുന്നു അതൊക്കെ നമുക്ക് സാധിച്ചു തരാം, നമുക്ക് നിങ്ങളുടെ കുറവുകൾ പരിഹരിക്കാം, നമുക്ക് ഈ ഭരണം മാറി നമുക്ക് അടുത്ത ഭരണം വരാൻ വേണ്ടിയിട്ട് നമുക്ക് പഴയതുപോലെ ഒന്നിച്ചു പോകണമെന്ന് പറഞ്ഞു. കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറയും സാധിക്കില്ല, നിങ്ങളെ വിശ്വസിക്കാൻ ഒക്കത്തില്ല. മല്ലനും മാധവനും കൂടി കാട്ടിപ്പോയതുപോലെയാണ് നിങ്ങളുടെ സ്ഥിതി. നിങ്ങൾ 1ാം കട നേതാക്കന്മാർ വരികയില്ല, 2ാം കട 3ാം കടയിലുള്ള ആളുകൾ വന്നിരിക്കും, എന്നിട്ട് നിങ്ങൾ ഒരുമാതിരി ഒളിച്ചു കളിക്കും. ഈ അനുഭവം ഇനിയും എൻ്റെ സമുദായം എന്നെ വിശ്വസിക്കില്ല, അതുകൊണ്ട് വരാൻ സാധിക്കില്ല എന്ന് തുറന്നടിച്ചപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു 3-4 പേര് എടുത്തുകൊണ്ടുപോയി ഈ SNDP യോഗത്തെ തകർക്കാൻ വേണ്ടി പണം കൊടുത്ത് ഒരു 6-8 പേര്, ഞങ്ങൾ അടുത്ത ഭരണം വരും, നിങ്ങൾക്ക് ബോർഡ് തരാം, കീഴ് തരാം എന്നെല്ലാം പറഞ്ഞ് പ്രലോഭിപ്പിച്ച് സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ട് മലപ്പുറത്തെ പ്രധാന കണ്ണികളിലെ ആളുകളെല്ലാം കൂടിയിരുന്നുണ്ട്. അവർക്ക് വലിയ പിൻബലവും കൊടുത്തുകൊണ്ട് ഈ ആദ്യ ഭരണം വരുന്നതിന് മുമ്പ് അവരിറക്കി വിട്ടു SNDPക്കെതിരായിട്ട്. ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവരൊന്ന് കുറേ കളിച്ചോട്ട് കളം പിടിക്കുന്നില്ല, പോയ പാട്ടിൽ പുല്ല് കണ്ടില്ല. ഈ വിദ്വേഷം എന്നോട് തീർക്കാൻ അവർക്ക് അവസരങ്ങൾ നോക്കി. എന്ത് പറഞ്ഞിട്ട് അവരുടെ കൈക്ക് ഞാൻ നിൽക്കുന്നില്ല, പല പ്രലോഭനങ്ങൾ നടത്തിയിട്ട് ഞാൻ അവരുടെ കൈക്ക് നിൽക്കുന്നില്ല. അവർ വൻപിച്ച നേതാക്കന്മാരെ എന്നെ സമീപിക്കുക, തെളിഞ്ഞു സമീപിച്ചിട്ട് നിലപാട് ഞാൻ ഓർത്ത്, നിങ്ങളുടെ കൂടെ കൂടിയാൽ എൻ്റെ സമുദായം എനിക്കെതിരാകും. ഇത്രയും കൊല്ലം കൂടെ നിങ്ങൾ നടന്നിട്ട് നിങ്ങളൊന്നും സഹായിച്ചില്ല, ചന്തോമാരാ നിങ്ങൾ, ഊട്ടത്തിൽ നിന്ന് ചതിച്ചവരാണ്, ഇനി വരത്തില്ല എന്ന് പറയും.
അപ്പോഴത്തേനാണ് ഇവരുടെ സ്വരം മാറി. പല മുഖമുണ്ട് ലീഗിന്, നേതാക്കന്മാർക്ക്. അപ്പോഴാണ് നീക്കറിയുന്നു ശ്രീനാരായണ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് സ്ഥാപിച്ചു. ജലീല് ആരാണ്? ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, ഇടതുപക്ഷ മന്ത്രിയാണ് സ്ഥാപിച്ചത്. ഞാനപ്പോൾ പറഞ്ഞത് ശരിയായില്ല സ്ഥാപിച്ചത്. ഒരു വളരെ നാളിലായി ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണം. അത് കൊല്ലത്ത് സ്ഥാപിച്ച് വളരെ സന്തോഷം, ഇടതുപക്ഷം കൊണ്ടുവന്നത്. പക്ഷേ ഗുരുവിനെ അറിയാവുന്ന ഒരാളവിടെ വെക്കണമായിരുന്നു. അതിന് ഗുരുവിനെ പടം പോലും ജനിച്ചിട്ട് കാണാത്ത ഗൾഫിൽ ജോലിയായിട്ടിരുന്ന ആളിനെ വിളിച്ചു വരുത്തി ഇവിടെ ആക്കി ഇരുത്തി. പോകുന്നവരെ ഗുരുവിൻ്റെ പടം പോലും ആ യൂണിവേഴ്സിറ്റിയിൽ ഈ വൈസ് ചാൻസലർ സ്ഥാപിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ തിരക്കി നോക്കൂ. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നില്ല. അത് ഞാൻ കാരണം എന്താണ്? ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ സ്വയം രാജിവെച്ച് പോകേണ്ടി വന്നില്ലേ? ഞങ്ങളൊക്കെ എതിർത്തു. ഗവൺമെൻറ് ചെയ്തത് ശരിയായില്ല. ഗുരുവിനെ അറിയാവുന്ന ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളിരിക്കെ മലബാറിൽ നിങ്ങളുടെ ഒരാളെ കൊണ്ടുവച്ച് ശരിയായില്ല, തെറ്റായിപ്പോയെന്ന് പറയുമ്പോൾ പ്രതികരിച്ച ആരാണ്? ഇടതുപക്ഷത്തിൽ ആരും പ്രതികരിച്ചില്ല. ആദ്യം തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരാണ് പ്രതികരിച്ചത്. ചന്ദ്രിക എഡിറ്റോറിയൽ വരെ എഴുതി ഞാൻ വർഗീയവാദിയാണ്, അത് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ എന്താണ്? ഇടതുപക്ഷത്തിൽപ്പെട്ടവർ ആരും പോലും എതിർക്കാതില്ല. അപ്പോൾ അവർക്കെതിരായ UDFിൻ്റെ പ്രധാന ഘടകകക്ഷിയായ ലീഗിൻ്റെ നേതാവാണ്.